कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे വ്യത്യസ്തമായ ആചാരങ്ങൾ, ക്ഷേത്രക്കുളങ്ങളും അരയാലുകളും അതിർത്തിയിടുന്ന ഗ്രാമങ്ങൾ, ഗ്രാമചൈതന്യമായി നിലകൊള്ളുന്ന കുന്നുകൾക്ക് മുകളിലും അരയാലിൻ്റെ ചുവട്ടിലും കൂവളത്തറയിലും നിലകൊണ്ട ഈശ്വര സാന്നിധ്യങ്ങൾ. അങ്ങനെ നമ്മുടെ ദേശത്തിൻ്റെ മഹിമയെ അറിഞ്ഞുകൊണ്ടുള്ള ഉദയാമൃതത്തിൻ്റെ യാത്രകൾ പുരോഗമിക്കുമ്പോൾ ഇതുവരെയും നാം കണ്ടത് കോട്ടയം ജില്ലയിലെ കാഴ്ചകളാണ്. കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങൾ ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെയായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലേതുപോലെ വേലകളിയുള്ള ക്ഷേത്രങ്ങൾ കോട്ടയം ജില്ലയിലുമുണ്ട് എന്ന് നമുക്കറിയാനായി. എന്നാൽ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഓരോ ആചാരങ്ങളും ക്ഷേത്രത്തെ മഹനീയമാക്കുന്നുവെന്നും അത് ആ ഒരു തിരിച്ചറിവിലൂടെ സഞ്ചരിക്കുവാനും നമുക്കാകും. പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ ആഘോഷം വലിയൊരു ആചാരമാണ് പടയണി എന്നത്. പടയണി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ കടമനിട്ട എന്ന ഗ്രാമമാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരിക. എന്നാൽ കോട്ടയം ജില്ലയുടെ അതിർത്തിയിൽ പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ ചരിത്രപ്രസിദ്ധമായ പടയണി കൊണ്ടാടാറുണ്ട്. 28 പടയണി എന്നറിയപ്പെടുന്നത് വിശ്വപ്രസിദ്ധമാക്കി മാറ്റിയൊരു ക്ഷേത്രഭൂമി കോട്ടയത്തുണ്ട്. ആ ക്ഷേത്രഭൂമിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നാം പറഞ്ഞു കോട്ടയം ജില്ലയുടെ അതിർത്തിയിൽ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ ക്ഷേത്രഭൂമിയിലേക്കാണ് നാം എത്തുന്നത് എന്ന്. ക്ഷേത്ര കാഴ്ചകളുമായി പടയണി എന്ന വിശ്വാസങ്ങളുമായി ഒത്തുചേരാൻ നമുക്ക് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വര സ്മരണ വിടാതെ കാത്തു സൂക്ഷിക്കണം. എവിടെയിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ആ സ്ഥലം തൊട്ടു വന്ദിച്ചതിന് ശേഷമേ ആകാവൂ. ഈശ്വരസ്മരണ നിലനിർത്താൻ ഇത് സഹായിക്കും. നമ്മുടെ ശീലം മറ്റുള്ളവരിലും ആ സ്വഭാവം വളർത്താൻ സഹായിക്കും. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ഈശ്വരസ്മരണയെ അറിയുവാൻ നമുക്കാകട്ടെ. പത്തനംതിട്ട ജില്ലയിൽ പടയണി കെങ്കേമമായി ആചരിച്ചു വരുന്നു കോട്ടാങ്ങൽ ദേവീക്ഷേത്രഭൂമിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നാം ഇതുവരെ കണ്ടത് കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ കാഴ്ചയാണ്.
എന്നാൽ കോട്ടയം ജില്ലയിൽ നിന്ന് അധികം അകലെ അല്ലാതെ, കോട്ടയത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് അധികം അകലെ അല്ലാതെ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായി നിലകൊള്ളുന്ന ക്ഷേത്രം, അതാണ് കോട്ടാങ്ങൽ ദേവീക്ഷേത്രം. ഇവിടേക്ക് വരാനുള്ള വഴി നാം ഇപ്പോൾ കണ്ടത് കൊടുങ്ങൂർ ദേവീക്ഷേത്രമാണല്ലോ. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടേക്ക് വരുവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമുള്ളത്. അവിടെ നിന്ന് നേരെ മണിമല ലക്ഷ്യമാക്കി വരണം. കൊടുങ്ങൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്ററോളം കഷ്ടിച്ച് യാത്ര ചെയ്യുമ്പോൾ നാം മണിമല എത്തും. മണിമലയിൽ നിന്ന് പിന്നീട് വീണ്ടും 7 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണം. അങ്ങനെയാണ് കോട്ടാങ്ങൽ ദേവീക്ഷേത്രഭൂമിയിലേക്ക് നമുക്ക് എത്താനാവുക. ഇങ്ങനെ കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്ററുള്ള ക്ഷേത്രഭൂമി അന്വേഷിച്ച് വഴി കണ്ടെത്തി നാം ഇപ്പോൾ കോട്ടാങ്ങൽ ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിലെത്തി. മഹിഷാസുരമർദ്ദിനിയായ ദേവിയുടെ ഭാവം ഇവിടെ നമുക്ക് രൗദ്രരൂപിണിയായി നിൽക്കുന്ന ദേവീഭാവത്തെ കാണാനാകുന്നു. ഇരുവശത്തുമായി ഗണപതിയും ശാസ്താവും സാന്നിധ്യമാകുന്ന സ്വാഗത കവാടം, അതിന് തിരുമുന്നിൽ നാം എത്തി. മഹിഷത്തിൻ്റെ ശിരസ് ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ദേവി ആയുധപാണിയായി നിൽക്കുന്ന രൂപത്തെ കണ്ടുവരുമ്പോൾ മഹിഷാസുരനെ നിഗ്രഹിച്ച ദേവീഭാവമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ദുർഗയും ഭദ്രയും ആദിപരാശക്തിയുമാകുന്ന ദേവീഭാവമാണ് ഇവിടെ നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ സ്വാഗത കവാടം കടന്ന് മുന്നിലേക്ക് വരുമ്പോൾ നീണ്ട ഒരു വഴി മുന്നിലേക്ക് കിടക്കുന്നുവെന്ന് കാണാം. അതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ഇരുവശത്തും പച്ചപ്പുകളാണ്. വീടുകളൊക്കെ തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഒരല്പം അകലെയെങ്കിലും. ഈ വഴിക്ക് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. ഒരു വശമാകെ വാഴകൃഷിയും മറ്റു വശമാകെ ഒരു ചെറിയ പൊന്തക്കാട് പോലെ കിടക്കുകയാണ്. ആ വഴി നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു അരയാലൻ തറയിലാണ്. ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ അരയാലൻ തറ നമുക്ക് വ്യക്തമായി കാണാം. അരയാലൻ തറ കഴിഞ്ഞ് പിന്നീട് കുറേ അധികം പടവുകൾ, ആ പടവുകൾ കുത്തനെയുള്ളൊരു കയറ്റം, അതിന് മുകളിലാണ് ദേവീക്ഷേത്രം ഉള്ളതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനാകും. പനമറ്റത്തെ, അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പനമറ്റം ക്ഷേത്രം പോലുള്ള പല ക്ഷേത്രങ്ങളും ഓർമ്മപ്പെടുത്തുന്ന, ഗ്രാമക്ഷേത്രങ്ങളുടെ ചൈതന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അരയാലും പടിക്കെട്ടും ഒക്കെ നാം കാണുകയാണ്. അതിനോടൊപ്പം ഒരു സ്വാഗത കവാടത്തിൽ നാം കണ്ട മഹിഷാസുരമർദ്ദിനി ഭാവത്തിൻ്റെ രൗദ്രത, ശക്തമാർന്ന ഭാവം, അതും നമ്മെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമത്തിലെത്തുക എന്നത്, അതും പ്രഭാതത്തിൽ ഗ്രാമത്തിലെത്തുക എന്നത് മനസ്സിനെ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഉണർവോടുകൂടി നമുക്ക് ഈ ഗ്രാമചൈതന്യത്തെ മനസ്സിലാക്കാം. കോട്ടാങ്ങൽ ദേവീക്ഷേത്രത്തിലെ വിശ്വാസങ്ങളെ അറിയാം. പടയണി എന്ന വഴിപാടിനെയും ആചാരത്തെയും മനസ്സിലാക്കാം. ദേശ അതിർത്തികളുടെ ഒരു ഭേദവുമില്ലാതെ മണിമലയാറ് ഒഴുകുകയാണ്. മണിമലയാറിന് കുറുകെ ഒരു തൂക്കുപാലം, ക്ഷേത്രക്കടവ് തൂക്കുപാലം എന്നാണ് ഇതറിയപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം അരികിലൂടെ ഒഴുകുന്ന ഈ മണിമലയാറിനെ നാം കണ്ടതാണ്. ഇവിടെ ഇതാ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ കോട്ടുങ്ങൽ ദേവീക്ഷേത്രത്തിലെത്തുമ്പോഴും നമുക്ക് കാണാനാകുന്നത് ഇതേ മണിമലയാറിനെ. മണിമലയാറിൻ്റെ ഒരു വശത്ത് ആകെ പാറയാണെന്ന് കാണാം. പാറയ്ക്ക് നടുവിലൂടെ ചില കൊത്തിയ കൽപ്പടവുകളും കാണാനാകുന്നുണ്ട്. ഈ ഒരു വനത്തിന് സമമായ പ്രതീതി നൽകുന്ന പ്രദേശമുണ്ടല്ലോ, ഇതിനുള്ളിലാണ് ദേവിയുടെ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കുന്നത്. അതായത് കോട്ടാങ്ങൽ ദേവിയുടെ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കുന്നത് ഈ വനമാണ് എന്ന് സാരം. മണിമലയാറിൻ്റെ ഈ തീരം ആകെ ഒരിക്കൽ വനമായിരുന്നിരിക്കും. വനത്തിനുള്ളിൽ കുടികൊണ്ട ചൈതന്യങ്ങളെയാണ് നാം പിന്നീട് ഓരോ ക്ഷേത്രം പണിത് അവിടെ സ്ഥാപിച്ചത്. ഗ്രാമം വളരുന്നതിനനുസരിച്ച്, നഗരമാകുന്നതിനനുസരിച്ച് ക്ഷേത്രങ്ങൾക്ക് കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വനത്തിനുള്ളിലെ ദേവി ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ അത്തരമൊരു ക്ഷേത്രം അന്വേഷിച്ച് ക്ഷേത്രക്കടവ് തൂക്കുപാലം കടന്ന് നാം പോവുകയാണ്. ഈ തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ചൊരു അനുഭവം തന്നെയാണ്. ഇതുപോലെ നാം പന്തളം ക്ഷേത്രത്തിൽ വെച്ചിട്ടും ഇതുപോലെ തൂക്കുപാലം കണ്ടിട്ടുണ്ട്. അത് അച്ചൻകോവിലാറിൻ്റെ കുറുകെയായിരുന്നു. ഇവിടെ ഇതാ മണിമലയാറിൻ്റെ കുറുകെ ഈ ഒരു തൂക്കുപാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ജനജീവിതമാകെ പുഴയുമായി ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നുവെന്ന് ആരവങ്ങളിലൂടെ, ശബ്ദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞുങ്ങൾ പുഴയിൽ നീന്തി കുളിക്കുന്നു, സ്ത്രീകളാകട്ടെ വസ്ത്രങ്ങളെല്ലാം അലക്കുന്നു, മറ്റു ചിലർ കുളിക്കുന്നു. അങ്ങനെ പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ തണുപ്പിനെ അറിഞ്ഞ് ഒരു ഉഷ്ണകാലത്തിൻ്റെ മുഴുവൻ ചൂട് മാറ്റിക്കൊണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നു മനുഷ്യർ. ഈ തൂക്കുപാലം നൽകുന്ന കാഴ്ചകൾ ഇതൊക്കെയാകുമ്പോൾ ദേവീക്ഷേത്രം നൽകുന്ന കാഴ്ചകൾ കാണുവാനുള്ള ആകാംക്ഷ വർദ്ധിക്കുക തന്നെയാണ്.
കാണുന്ന തൂക്കുപാലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം മണിമലയാറിന് രണ്ടു വശത്തും രണ്ട് കരകളാണ്, മനോഹരമായ ഗ്രാമങ്ങളാണ് ഇരുവശത്തും. അതിൽ ആ വശത്ത് കാണുന്ന ഗ്രാമങ്ങൾ കോട്ടയം ജില്ലയുടെ ഭാഗമാണ്. എന്നാൽ അത് കോട്ടയം ജില്ലയുടെ ഭാഗമായ ഗ്രാമങ്ങളാണ്. ആ പാലം കടന്ന് ഇപ്പുറത്ത് ഈ വശത്ത് ഈ കരയിലേക്ക് എത്തുമ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ ഗ്രാമങ്ങളായിട്ട് മാറുന്നു. മണിമലയാറിൻ്റെ തീരം ഇവിടുത്തെ ദേശവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതുപോലെ തന്നെ നാം അന്വേഷിച്ച് ചെല്ലുന്ന ദേവീക്ഷേത്രത്തിൻ്റെ സാന്നിധ്യവും മണിമലയാറുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പലായനം ചെയ്തു വന്നവർ, രാജാവിനെ ഭയന്ന് തമിഴ്നാട്ടിൽ നിന്ന് പലായനം ചെയ്തു വന്നവർക്കൊപ്പം വന്ന പരദേവതയാണ് ഇവിടെ കുടികൊള്ളുന്ന ഭദ്രകാളി സാന്നിധ്യം എന്നാണ് വിശ്വാസം. ദേവീക്ഷേത്രം ഉണ്ടായി വരുന്നതിന് മുൻപ് ദേവി മണിമലയാറിലൂടെ സഞ്ചരിച്ചു. ഒരുപക്ഷെ ചങ്ങാടത്തിൽ വന്നതാകാം, അതല്ലെങ്കിൽ ആ പലായനത്തിൻ്റെ പാതയിൽ മണിമലയാറ് ഉൾപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലാക്കാം. മണിമലയാറിൻ്റെ ഈ തീരത്തെത്തിയപ്പോൾ ദേവി ഇവിടെ കുടികൊള്ളുവാൻ ആഗ്രഹിച്ചിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ മൂലസ്ഥാനം ഈ പ്രദേശത്താണ് ഉള്ളത്. മൂലസ്ഥാനം അന്വേഷിച്ച് നമ്മുടെ യാത്ര നാം നടത്തുമ്പോൾ അതിനു മുൻപ് ഒരു തറയിലേക്ക് എത്തുന്നു. ഈ തറയിലാണ് മകരമാസത്തിൽ പ്രത്യേക ഉത്സവം നടക്കുമ്പോൾ വേലകളി നടത്തുന്നത് ഇവിടെയാണ്. കോട്ടാങ്ങൽ ശ്രീ ഭദ്രകാളി ആദ്യം വന്നിരുന്നിടം വനമാണ്. ആ വനം അന്വേഷിച്ച് നാം ചെല്ലുമ്പോൾ വീണ്ടും മണിമലയാറിൻ്റെ തീരത്തേക്ക് തന്നെ നാം എത്തും. ഇവിടെ ദേവി പുഴയുടെ തീരത്ത് വനത്തിനുള്ളിൽ കുടികൊണ്ടുവെന്ന് പറഞ്ഞുവല്ലോ. അതുമായി ബന്ധപ്പെട്ടും അതുമാത്രമല്ല പടയണിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇന്നിപ്പോൾ നാം ഇപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നത്, ഈ പടവുകൾ ഇറങ്ങിച്ചെല്ലുന്നത് ഒരു പാറക്കൂട്ടത്തിലേക്കാണ്. മണിമലയാറിൻ്റെ തീരത്തെ പാറക്കൂട്ടം. പാറക്കൂട്ടത്തിന് ഒരു വശത്തായി ഒരു മണൽ പ്രദേശവും കാണുവാനാകും. ആ പ്രദേശം അറിയപ്പെടുന്നത് കുന്നമണൽ എന്നാണ്. കുന്നമണലിലേക്ക് ദേവി എല്ലാ വർഷവും ഉത്സവകാലത്ത് കുന്നമണൽ കാണുവാനായി ദേവിയുടെ ഒരു എഴുന്നള്ളത്തുണ്ട്. എന്താണ് ഈ കുന്നമണൽ എന്ന് നാം ആദ്യം അറിയണം. യഥാർത്ഥത്തിൽ അത് കൊന്നമണലാണ് അത്രേ കുന്നമണലായി അറിയപ്പെടുന്നത്. അതിന് പിന്നിലെ വിശ്വാസം എങ്ങനെയാണ്? ഇത് ഒരു നാട്ട് പ്രമാണിമാരുടെ ദേശമായിരുന്നു. ഒരു തറവാട്ടിലെ സ്ത്രീ ഗർഭിണിയാവുകയും അവിചാരിതമായി ഗർഭിണിയാവുകയും അത് ആ ഒരു നാടിന് ദോഷം വരുത്തുമെന്ന്, നാണക്കേട് വരുത്തുമെന്ന് കരുതി അവർ സ്ത്രീയെ രഹസ്യമായി കൊണ്ടുവന്ന് ആദിവാസി സമൂഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും അവർ ആ സ്ത്രീയെ വധിച്ചു കളയുകയും ഗർഭിണിയായ സ്ത്രീയെ വധിക്കുകയും ചെയ്തു. അങ്ങനെ വധിച്ച ഉടനെ തന്നെ വല്ലാത്തൊരു അലർച്ച വനത്തിൽ നിന്ന് കേൾക്കുകയും അരുത് എന്ന ഉച്ചത്തിൽ ഒരു സ്ത്രീ ശബ്ദം ഗർജിക്കുന്നതായും ഒക്കെ പലർക്കും തോന്നി. അന്നിവിടെ കൂടിയവരെല്ലാം ഭയപ്പെട്ട് ഈ പ്രദേശത്ത് നിന്ന് ഓടി മറഞ്ഞു. പിന്നീട് ആരും ഇങ്ങോട്ടേക്ക് വരാതെയായി. വളരെ കാലം ആരും പ്രവേശിക്കാത്ത വനമായി ഇവിടെ കിടന്നു. അതിനുശേഷം പിന്നീട് രണ്ട് കരക്കാരായ രണ്ടു വീട്ടുകാർ, അതായത് കുളത്തൂക്കരക്കാരായ താഴത്തു വീട്ടിലെ ഒരംഗവും കൊട്ടങ്ങൽ കരയിൽ നിന്ന് വന്ന പുളിക്കൽ വീട്ടിലെ ഒരംഗവും രണ്ടുപേരും ചേർന്ന് വരുമ്പോൾ നാട്ടുകാരുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ഈ രണ്ട് കാരണവന്മാർ നേതൃത്വം നൽകിക്കൊണ്ട് വന്ന സംഘമാണ് ദേവിയുടെ സാന്നിധ്യത്തെ മൂലസ്ഥാനത്ത് ആദ്യമായി കണ്ടത്. ഇത് കണ്ട ഉടനെ തന്നെ ആദ്യത്തെ കാരണവർ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാലും ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ദേവിക്ക് മുന്നിൽ എല്ലാ തരത്തിലും ദേവിയെ ആദ്യമായി കണ്ട ധനുമാസത്തിലെ ഭരണി നാളിൽ പടയണി കെട്ടി ആടുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അന്നിവിടെ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടുത്തെ ആദ്യത്തെ പടയണി ചൂട്ട് പടയണി എന്നറിയപ്പെടുന്നത്. ഇന്നും പടയണി 28 ദിവസങ്ങളിൽ നടത്തുമ്പോൾ ആദ്യത്തെ 20 ദിവസങ്ങൾ രണ്ട് കരക്കാരായിട്ടാണ് നടത്തുന്നത്. അതിൽ കുളത്തൂക്കര കാരണവരാണ് ആദ്യം ദേവിയെ കണ്ടതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുളത്തൂക്കര കാരണവർക്കാണ് പടയണിയുടെ കോപ്പ് സൂക്ഷിക്കുവാനൊക്കെയുള്ള അവകാശമുള്ളത്. അതുപോലെ തന്നെ കോട്ടാങ്ങൽ കരക്കാരുമുണ്ട്. ഇങ്ങനെ രണ്ട് കരകളിൽ രണ്ട് കുടുംബങ്ങളിലായിട്ട്, ഒന്ന് താഴത്തു വീടും ഒന്ന് പുളിക്കൽ വീടും, ഈ രണ്ട് വീടുകളിലായിട്ടാണ് പടയണി നടത്തുന്നത്. 20 ദിവസങ്ങളിൽ രണ്ട് കരകളിൽ പടയണി നടത്തിയതിനു ശേഷം അവസാനത്തെ 8 ദിവസമാണ് ദേവീക്ഷേത്രത്തിൻ്റെ തിരുനടയിലേക്ക് പടയണി എത്തുന്നത്. ധനുമാസത്തിലെ ഭരണി നാളിലാണ് ഈ ക്ഷേത്രഭൂമിയിൽ പടയണി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ധനുമാസം തുടങ്ങിയാൽ മകരമാസത്തിലെ ഭരണി നാൾ വരെ 28 ദിവസം നീണ്ടു നിൽക്കുന്ന പടയണി ആഘോഷം. കോട്ടാങ്ങൽ ദേവി ഭഗവതി സാന്നിധ്യം ഭദ്രകാളിയാണ് എന്നാണല്ലോ സങ്കല്പം. അതുകൊണ്ട് തന്നെ ദാരിക നിഗ്രഹം കഴിഞ്ഞു നിൽക്കുന്ന ദേവിയുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭക്തരെല്ലാം ചേർന്ന് അല്ലെങ്കിൽ ഭൂതഗണങ്ങളെല്ലാം ചേർന്ന് നൃത്തമാടി പടയണി നിന്നുവെന്നും അത് കണ്ട് ദേവി രൗദ്രഭാവത്തിൽ നിന്ന് ശാന്തഭാവത്തിലേക്ക് വന്നുവെന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ കൂടുതലായും
പടയണി കൊണ്ടാടാറുള്ളത്. കോട്ടാങ്ങൽ ദേവീ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ പടവുകൾ കയറി നാം ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇനി പടയണിയെക്കുറിച്ച്, ദേവീ സാന്നിധ്യത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് അങ്ങനെ ഏറെയേറെ അറിയാനുണ്ട്. പടവുകൾ കയറി ഒടുവിൽ നാം ക്ഷേത്രഭൂമിയിലേക്ക് എത്തുകയാണ്. ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോഴും നാം പ്രധാനമായും പറയാനുള്ളത് ഇവിടെ ഈ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് ഇവിടുത്തെ പടയണി തന്നെയാണ്. 28 ദിവസത്തെ പടയണി. അതിൽ ആദ്യത്തെ 20 ദിവസം ഇരുകരകളിലുമായിട്ട് വീടുകളിലായിട്ട് പടയണി നടക്കുമെന്ന് പറഞ്ഞു. പിന്നീടുള്ള 8 ദിവസങ്ങളാണ് ഈ ഒരു പ്രദേശത്തെ ആകെ കെങ്കേമമാക്കുന്നത്. ആ സമയത്ത് എതിർപ്പുകാളകൾ, പിന്നെ തൊഴുവങ്ങൾ എല്ലാം ചേർന്ന് ഇതൊരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് എത്തും. പടയണിയിലാകട്ടെ ഓരോരോ ഘട്ടങ്ങളായി തന്നെ പടയണി അവതരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ പടയണിയുടെ വിശേഷങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ക്ഷേത്രഭൂമിയുടെ കാഴ്ചകളും ഒട്ടും കുറയാത്ത ഒരു ധന്യമായ ഭാവത്തെ, ഒരു അനുഗ്രഹ ഭാവത്തെ ഉണർത്തുന്നത് തന്നെയാണ്. ശ്രീകോവിലിൻ്റെ ആദ്യം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനാകും വേതാള കണ്ഠസ്ഥിതമായി നിൽക്കുന്ന ഭാവത്തിൽ ആ ഒരു രൗദ്ര രൂപത്തിൽ ദേവിയെ കാണാനാകും. രൗദ്രതയുടെ മൂർത്തിമത് ഭാവമായിട്ടാണ് ഭദ്രകാളി ഇവിടെ സാന്നിധ്യമാകുന്നത്. അതേ സാന്നിധ്യം രൗദ്രത തന്നെയാണ് ഇവിടുത്തെ ദേവിയുടെ സാന്നിധ്യത്തിന് ശക്തി പകരുന്ന ഏറ്റവും തേജോമയമായ രൂപവും. ഈ രൗദ്രഭാവം എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട ഭാവമാണ്. പക്ഷേ ഭയപ്പെടേണ്ടത് ആർക്കാണ്? തിന്മയുള്ളവർക്കും അസുരഭാവമുള്ളവർക്കുമാണ് ദേവിയെ ഭയപ്പെടേണ്ടി വരുന്നത്. അല്ലാത്തവർക്കെല്ലാം ഈ കറുത്ത രൂപമാണ് എങ്കിലും, വല്ലാതെ ഭയപ്പെടുന്ന രൂപമാണ് എങ്കിലും, നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ദേവി ഈ രൂപം കൈക്കൊണ്ടത് എന്ന ചിന്തയെ മനസ്സിലുണ്ടാകും. നാദസുധാമയി രാജീവലോചനെ ശ്രീ മഹാമായി സർവേശ്വരി പാർവതി പരമേശ്വര പ്രിയതേ പാർവണ സമമുഖം കണിയാകണേ. നാദസുധാമയി രാജീവലോചനെ ശ്രീ മഹാമായി സർവേശ്വരി. കോട്ടാങ്ങൽ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരയിലേക്ക് പ്രവേശിക്കുകയാണ് നാം. ദേവീരൂപത്തെ, കാളീഭാവത്തെ കണ്ട് അതിന് തൊട്ടു താഴെ അന്തശയനം കൊള്ളുന്ന പത്മനാഭൻ്റെ ശില്പരൂപം, ദാരുരൂപവും കണ്ടാണ് നാം ഈ ബലിക്കൽപുരയ്ക്ക് അകത്തേക്ക് കയറുന്നത്. മര അഴിക്കോടുള്ള ബലിക്കൽപുരയിലേക്ക് വെളിച്ചം അധികം കടന്നു വരുന്നില്ല എങ്കിലും മനോഹരമായ കാഴ്ചകൾ ഇവിടെയുണ്ട്. ബലിക്കല്ല് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. വളരെ ചെറുതായ ബലിക്കൽപുരയുടെ മുകൾ തട്ടിൽ നമുക്ക് നേരെ തന്നെ ദേവീരൂപത്തെ പത്മത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നുവെന്ന് കാണാം. എന്നാൽ ഇതിന് ചുറ്റുമായി പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ശ്രീകൃഷ്ണ ലീലകളാണ് കാണാനാകുന്നത്. ഓരോരോ ഘട്ടങ്ങൾ, ശ്രീകൃഷ്ണ കഥകളുമായി ബന്ധപ്പെട്ട ഓരോരോ ഘട്ടങ്ങൾ ഇവിടെ കാണാനാകും. പുള്ളിനെ ചുണ്ട് പിളർക്കുന്ന കൃഷ്ണൻ, അതുപോലെ തന്നെ നൃത്തമാടുന്ന കൃഷ്ണൻ, ഗോപികമാരുടെ വസ്ത്രം കവർന്നെടുത്ത് മരത്തിന് മുകളിലിരിക്കുന്ന കൃഷ്ണൻ, കുവലയ പീഠത്തെ ആക്രമിക്കുന്ന കൃഷ്ണൻ, അങ്ങനെ 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 കൃഷ്ണലീലകളുമായി ബന്ധപ്പെട്ട ഓരോരോ ഘട്ടങ്ങളും ഓരോരോ ചൈതന്യവും നിഷ്കളങ്കതയും നിറഞ്ഞ ഭാവങ്ങളും ഈ ഒരു തട്ടിലാകെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു ബലിക്കൽപുര കടന്ന് അകത്തേക്ക് വരുമ്പോൾ വീണ്ടും തടിയിൽ തീർത്ത മച്ചു തന്നെയാണുള്ളതെന്ന് കാണാം. അത് കഴിഞ്ഞാണ് പിന്നീട് നാം നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. നാലമ്പലത്തിലെ ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിപുരാതനമായൊരു ക്ഷേത്രഭൂമിയുടെ എല്ലാ ലക്ഷണങ്ങളും ഇതിനോടകം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനായി. പഴയൊരു കാലത്തിന് മാത്രം ചെയ്യുവാനാകുന്ന ശില്പ വൈദഗ്ധ്യം അതിവിടെ തെളിഞ്ഞു കാണുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് പകരം കാണുന്നത് നീണ്ട മുഖമണ്ഡപമാണെന്ന് കാണാം. ആ മുഖമണ്ഡപത്തിൽ നിരനിരയായി തൂക്കിയിരിക്കുന്ന മണികൾ, അത് പ്രാർത്ഥനയുടേതായി മുഴങ്ങുന്ന ആ ഒരു അന്തരീക്ഷം ക്ഷേത്രത്തിനെ കൂടുതൽ വിശുദ്ധമാക്കുന്നുവെന്ന് മനസ്സിലാക്കാം. മനോഹരമായി കഴുക്കോലുകളും ഒക്കെ ചേർത്ത്, ചന്ദ്രവളയം ചേർത്ത് പഴയ രീതിയിൽ തന്നെ മുഖമണ്ഡപം സ്ഥാപിച്ചെടുത്തിരിക്കുകയാണ് ഇവിടെ. അത് കഴിഞ്ഞ് നേരെ വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴാണ് ദാരുവിൽ തന്നെ തീർത്ത ദ്വാരപാലകമാർ നിൽക്കുന്നതിൻ്റെ, ഇരുവശത്തുമായി ദ്വാരപാലകർ നിൽക്കുന്നതിൻ്റെ ഒത്ത മധ്യത്തിലായി ശ്രീകോവിലിൽ ദേവി തിരുമുന്നിൽ കൈകൾ കൂക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു. മോക്ഷപ്രദായിനി മഞ്ജുളവാസിനി വേദനുതേ പങ്കജവാസിനി ദേവസുപൂജിത സദ്ഗുണവർഷിണി ശാന്തിയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ആദിലക്ഷ്മി ജയ പാലയ മാം.
ഭദ്രകാളിയാണ്. പക്ഷേ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഭക്തയ്ക്ക് കാണുവാനാകുന്നത് പ്രസന്നവദനയായി നിൽക്കുന്ന മാതൃഭാവത്തെയാണ്. പ്രസന്നാത്മകമായ ചിന്തകളും പ്രസന്നാത്മകമായ ജീവിതവും മാത്രം അനുഗ്രഹമായി നൽകുന്നൊരു അമ്മയാണ് അവിടെ നാം കാണുക. ശിവേലി ബിംബമുണ്ട്, അതിനോടൊപ്പം തന്നെ അമ്മയുടെ നിൽക്കുന്ന രൂപത്തിലുള്ള സ്വർണ്ണ ഗോളക ചാർത്തിയിട്ടുമുണ്ട്. ഇതല്ലാതെ ദേവി കണ്ണാടി ബിംബത്തിലാണ് സാന്നിധ്യമാകുന്നത്. ഭദ്രകാളി സാന്നിധ്യമാണ്, അതുകൊണ്ട് തന്നെ അത് കണ്ണാടി ബിംബ പ്രതിഷ്ഠയാകുമ്പോൾ അതിൻ്റെ ചൈതന്യത്തിനുണ്ടാകുന്ന ഉണർവ് എത്രയെന്ന് വാക്കുകൾ കൊണ്ട് പറയാതെ ഉദയാമൃതത്തിൻ്റെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. കാരണം പല ക്ഷേത്രഭൂമികളിൽ വെച്ചിട്ടും കണ്ണാടി ബിംബ പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ നാം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ദേവിയെ തൊഴുത് വലം വെച്ച് വരുമ്പോൾ വളരെ സാധാരണ രീതിയിലുള്ളൊരു ഗണപതി വിഗ്രഹം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്, ലാളിത്യം. വളരെ ലാളിത്യം നിറഞ്ഞ ഭാവത്തിൽ, ലാളിത്യം നിറഞ്ഞ വിഗ്രഹ രൂപങ്ങൾ, എന്നാൽ പൂർണ്ണതയോടുകൂടി നിൽക്കുന്നു. വളരെ ചെറിയൊരു ഗണപതി വിഗ്രഹമാണ് കാണുന്നത് എങ്കിലും ദീപങ്ങളുടെ പ്രകാശത്തിൽ കറുകമാല ചാർത്ത് നിൽക്കുന്ന ഗണപതി ഭാവത്തിന് ഒരു അനുഗ്രഹത്തിൻ്റെതായ പ്രസന്ന ഭാവം ഏറുന്നു എന്ന് തന്നെ, അതായത് പ്രകാശം ഇവിടെ ആകെ നിറയുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. നാലമ്പലത്തിലും ശ്രീകോവിലുമായി കാണുവാനുള്ള കാഴ്ചകൾ ഇത്രയ്ക്ക് ചെറുതാണ് എങ്കിലും പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്ന പരാശക്തി ഭാവമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അറിയാനാകുന്നുണ്ട്. വരച്ചു പൂർത്തിയാകാത്തൊരു ഗണപതി ചിത്രം നമുക്ക് കാണാനാകും. ദേവന ചാർത്തുവാനുള്ള മാല കെട്ടുന്ന ഇടവും നാം കാണുന്നു. മാത്രമല്ല ചുവന്ന നിറത്തിലാണ് ഇവിടുത്തെ തീർത്ഥവാരി ഉള്ളത്. ഭദ്രകാളി സാന്നിധ്യമായതുകൊണ്ട് ചുവപ്പ് നിറത്തിന് പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ചുവപ്പ് നിറത്തെ ഇഷ്ടപ്പെടുന്ന, ചുവന്ന തെച്ചിപ്പൂവിനെ ഇഷ്ടപ്പെടുന്ന, ചുവന്ന ചെമ്പരത്തിപ്പൂവിനെ ഇഷ്ടപ്പെടുന്ന ദേവി സാന്നിധ്യമാകുന്ന ക്ഷേത്രഭൂമിയിൽ ദർശിച്ച് വലം വയ്ക്കുവാനുള്ള മഹാഭാഗ്യമാണ് നമുക്ക് സിദ്ധിച്ചത്. ആ മഹാഭാഗ്യത്തിനൊപ്പം വീണ്ടും ദേവിയുടെ തിരുനടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകൾ ഇവിടെ സമർപ്പിക്കുക. ലോകം മുഴുവനും സുഖം നിറയട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കോട്ടാങ്ങൽ ദേവിക്ക് കളമെഴുത്തും പാട്ടും വിശേഷ വഴിപാടാണ്. അതിൽ മണ്ഡലകാലത്ത് 41 ദിവസവും ദേവിയുടെ കളമെഴുതാറുണ്ട്. ഈ 41 ദിവസത്തെ കളമെഴുത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിനകത്ത് നമുക്ക് പാട്ടുപുര പ്രത്യേകിച്ച് കാണാം, കളമെഴുത്തുപുര പ്രത്യേകിച്ച് കാണാനാകും. അവിടെയാണ് ഈ 41 ദിവസവും കളമെഴുതുന്നത്. ഓരോ ദിവസവും ഓരോരോ പ്രത്യേകതകളായി വരച്ച് ഒടുവിൽ 41ാമത്തെ ദിനമാണ് ദേവിയുടെ ആ പൂർണ്ണ രൂപം, പൂർണ്ണമായ ഭാവത്തിലെത്തുന്നത്. ആ ദിവസം ദർശിക്കുവാനായി ധാരാളം ഭക്തർ ഇവിടെ എത്തും. അപ്പോൾ കളമെഴുത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് കൂടാതെ ഇവിടെ മലയാള മാസത്തിലെ എല്ലാ ഭരണി നാളിലും കളമെഴുതാറുണ്ട്. അത് ഭക്തർ വഴിപാടായി നടത്തുന്ന കളമെഴുത്താണ്. ഇത് കൂടാതെ 28 ദിവസത്തെ പടയണി ഉത്സവം പറഞ്ഞുവല്ലോ, ആ കാലത്ത് അതായത് ധനു തുടങ്ങി മകരം വരെയുള്ള ഭരണി നാളുകളിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ 2 ദിവസങ്ങളിൽ മാത്രം ഈ ഒരു പ്രത്യേക രീതിയിൽ കളമെഴുത്ത് നടത്താറുണ്ട്. അങ്ങനെ ആ കളമെഴുത്തിൻ്റെ വഴിപാടുകളും ആചാരങ്ങളും ഒക്കെ വിശേഷപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തെ വലം വെച്ച് നാം ഇപ്പോൾ എത്തുന്നത് ശാസ്താവിൻ്റെ തിരുനടയിലാണ്. ശാസ്താവിൻ്റെ സാന്നിധ്യമുള്ള ഭൂമിക്ക് തൊട്ടരികിലായി തന്നെ ബ്രഹ്മരക്ഷസം സാന്നിധ്യമാകുന്നുവെന്ന് കാണാം. കോട്ടാങ്ങലിലെ സങ്കല്പങ്ങളും ക്ഷേത്രവും വളരെയേറെ പുരാതനമാണ് എന്നുള്ളതിന് സൂചനകളായി ചില കാഴ്ചകൾ ഇവിടെയുണ്ട്. അത് ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോഴാണ് നാം കാണുന്നത്. വളരെ ഉയരമുള്ള ശിവലിംഗാകൃതിയുള്ള ഈ ഒരു ശില, ഇത് ആരാധിക്കപ്പെടുമ്പോൾ ഭൂതത്താൻ സങ്കല്പമാണ് ഇവിടെ നിറയുന്നത്. ദേവിയാണ് അകത്ത്, ഭദ്രകാളിയാണ്. അപ്പോൾ ഭൂതത്താൻ സങ്കല്പം എന്ന് പറയുമ്പോൾ വീരഭദ്ര സാന്നിധ്യം എല്ലാം ഒത്തുചേർന്നൊരു ഭൂതത്താൻ സങ്കല്പമാണ് അതിൽ വരിക എന്ന് നമുക്ക് ഊഹിക്കാം. യുദ്ധത്തിന് ദേവിയോടൊപ്പം ഉണ്ടായിരുന്ന ഭൂതഗണങ്ങൾ, ആ ഭൂതഗണങ്ങളെയാണ് പടയണിക്കോലങ്ങളിൽ പോലും സങ്കല്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലൊരു രൂപം ഇവിടെ ഉചിതമായത് തന്നെ, തീവ്രമായതും തീക്ഷ്ണമായതും തന്നെ. ആ ഒരു സങ്കല്പത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കിണർ കാണാനാകും. യഥാർത്ഥത്തിൽ ഇതൊരു ഗുഹാ കിണറാണ്. വ്യക്തമായി തന്നെ പടവുകളുണ്ട്, പടവുകൾ ഇറങ്ങി താഴേക്ക് പോകാനാകും, ഗുഹ തന്നെയാണ് കാണാനാകും. പക്ഷേ ഇപ്പോൾ ഗുഹയിൽ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ വെള്ളം വന്ന് മൂടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. മുൻപ് ഇവിടെ നിന്ന് ഗുഹാമാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തപസ്വികൾ, വലിയ മലകളിൽ തപസ് ചെയ്യുന്ന തപസ്വികൾ ആ ഗുഹകളിൽ കൂടി ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് പൂജാ സമയങ്ങളിൽ എത്താറുണ്ടായിരുന്നു എന്നുമൊക്കെയാണ് വിശ്വാസം.
തപസ്സിൻ്റെ ഭൂമിയിൽ നിന്ന് ക്ഷേത്രഭൂമിയിലേക്ക് സഞ്ചരിച്ചിരുന്ന തപസ്വികൾക്കായി നിർമ്മിച്ച ഗുഹ അതിന്ന് കിണറായി കാണുമ്പോൾ ഗുഹാകിണറിൻ്റെ അരികിൽ നിന്ന് ഒരല്പം കൂടി മുന്നിലേക്ക് സഞ്ചരിച്ച യക്ഷി സങ്കല്പത്തെ കാണാം. മനോഹരമായ ശ്രീകോവിൽ, പഴമയുള്ള ശ്രീകോവിൽ. അതിൽ യക്ഷി സങ്കല്പം കൂടി വരുമ്പോൾ ഇവിടെ ആദിദ്രാവിഡ സങ്കല്പങ്ങളും ഗ്രാമദൈവങ്ങളും സാത്വിക ഭാവത്തിലുള്ള ഈശ്വരമൂർത്തികളും എല്ലാം ഒത്തുചേർന്ന് ഒരു വലിയ ക്ഷേത്രം അതിൽക്കകത്ത് വാഴുന്നുവെന്നറിയാനാകും. യക്ഷി സങ്കല്പത്തിന് തൊട്ടരികിൽ നാഗത്തറയാണ്. നാഗത്തറയിലാകട്ടെ ആ ഒരു അഭിഷേകത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയ വിഗ്രഹങ്ങൾ നമുക്ക് കാണാനാകും. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ശ്രീ ഭദ്രകാളിക്ക് തിരുമുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ തിന്മകളായ ദാരികാസുരന്മാരെല്ലാം നിഗ്രഹിക്കപ്പെടുകയാണ്. ഇവിടെ ഉണ്ടാകുന്നത് നന്മയുള്ള ചിന്തകൾ മാത്രം. കോട്ടാങ്ങൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധി ഇവിടുത്തെ പടയണിയാണ്. 28 ദിവസം പടയണി കൊണ്ടാടുന്നുവെന്നും അത് അതിൻ്റെ ഏറ്റവും അനുഷ്ഠാനപരമായ ആചാരങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നടത്തുന്നത്. പാളക്കോലങ്ങൾ യഥാവിധി വരച്ചുണ്ടാക്കുന്ന പ്രകൃതിയുടെ ചായങ്ങൾ മാത്രം ചേർത്തുള്ള വരപ്പും അതിൻ്റെ ആചാരങ്ങളുമെല്ലാം അതിന് പ്രകാരം വ്യത്യസ്തമായ ഭാവത്തിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 28 ദിവസത്തെ പടയണിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നമസ്കാരം. ഈ ഒരു 28 ദിവസത്തിൻ്റെ പടയണിയാണ് ഇവിടുത്തെ ഒരു വിശേഷപ്പെട്ട ആചാരം. പടയണി സാധാരണ പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രധാന ആചാരമാണെങ്കിലും ഇവിടെ ഇപ്പോൾ 28 ദിവസമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ക്ഷേത്രഭൂമിയിൽ പടയണിയെ വ്യത്യസ്തമാക്കുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് 28 പടയണിയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പടയണി ധനുമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ ചൂട്ടുവെച്ച് മകരമാസത്തിലെ ഭരണിയോടുകൂടി അവസാനിക്കുന്നതാണ് കോട്ടാങ്ങൽ ക്ഷേത്രത്തിലെ പടയണി. അപ്പോൾ ഇത് ആദ്യ 20 ദിവസം 2 കരകളിലായിട്ടാണ് പടയണി നടക്കുന്നത്. ഈ പടയണി 2 കരക്കാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതായത് ആദ്യ 20 ദിവസങ്ങളിൽ 2 കൊട്ടാരങ്ങളായിട്ട്, കൊളത്തൂക്കരയിലും കോട്ടാങ്കരയിലായിട്ട് 2 കൊട്ടാരങ്ങളുണ്ട്. കൊളത്തൂക്കരയിൽ താഴത്ത് വീട്ടിൽ കൊട്ടാരവും കോട്ടാങ്ങലേത് പുളിക്കൽ വീട്ടിൽ കൊട്ടാരത്തിലും. അപ്പോൾ ഈ ആദ്യ 20 ദിവസം ഈ 2 കുടുംബങ്ങളിലായിട്ടാണ് കരക്കാരുടെ നേതൃത്വത്തിൽ പടയണി അരങ്ങേറുക. അതിനുശേഷം ലാസ്റ്റ് 8 ദിവസം മാത്രമേ തിരുനടയിൽ പടയണി അരങ്ങേറുക. അത് മകരമാസത്തിലെ ഭരണിയോടുകൂടി സമാപിക്കും. അത് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ഗണപതിക്കോലം, യക്ഷി, പക്ഷി, മറുത, കാലൻ, ഇങ്ങനെ ഭൈരവിക്കോലം, ഇങ്ങനെ വൈവിധ്യമാർന്നിട്ടുള്ള കോലങ്ങളാണ്. ഇത് പ്രകൃതിദത്തമായിട്ടുള്ള നിറക്കൂട്ടുകളാണ് പച്ചപ്പാളയിൽ വരച്ച് പല പടയണി പാട്ടുകളോടുകൂടി കോലക്കളത്തിൽ ആടുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് വഴിപാടായിട്ടും വളരെയേറെ ആൾക്കാർ നടത്താറുണ്ട്. ഇവിടെ പാനപ്പാട്ടും അടവിയും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അടവി എന്നുള്ളത് അതായത് ദേവി വനത്തിനകത്താണ് ആദ്യം ദൃശ്യം. ഈ ക്ഷേത്രമൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കാവിനകത്ത് ദൃശ്യം തന്നതും അതിനുശേഷം ഇതുപോലെ ക്ഷേത്രം പണിത് അവിടെ പ്രതിഷ്ഠ നടത്തണമെന്നൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് തന്നെ പടയണിയെ പറ്റിയുള്ള ആലോചനകളും വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ദേവിയുടെ വനത്തിൽ ഉണ്ടായിരുന്ന ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അടവി നടത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വൃക്ഷങ്ങൾ 2 കരക്കാരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളായിട്ട് അടവി നടത്തുന്നുണ്ട്. അതായത് നാട്ടിലുള്ള ആചാരപൂർവ്വം ഭക്തിപൂർവ്വം വൃക്ഷങ്ങളും മറ്റ് വൃക്ഷങ്ങളാണ് കൂടുതലും, അതിനകത്ത് പല വൃക്ഷങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ടുവന്ന ഒരു അടവിയുടെ, അതായത് ഒരു കാനനത്തിൻ്റെ പ്രതീതി ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും, നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടും അടവിയുടെ ഒരു പ്രതീതി ഉണ്ടാകും. അതിൽ ആ അടവി ഈ പള്ളിപ്പാനയ്ക്ക് ശേഷമാണ് നടത്തുന്നത്. അതിൽ എഴുമ്പുല് കൊണ്ട് തീയൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു തീർന്നു പോകുന്ന ഒരു അവശേഷങ്ങളുണ്ട്. ആ സമയത്ത് ഉടുമ്പ് പാട്ടും കാര്യങ്ങളും ഒക്കെ ചേർത്ത് അന്നപ്പോഴത്തേനും നേരം വെളുക്കുന്ന ഒരു സാഹചര്യമാകും അടവി തീരുമ്പോഴത്തേക്ക്. വ്യത്യസ്തമായ ആചാരങ്ങൾ എന്നും പറഞ്ഞല്ലോ. എന്നാൽ ഇത് വ്യത്യസ്തമായ ആചാരങ്ങളല്ല, പണ്ടുകാലം തൊട്ടേ നിലനിന്നിരുന്ന ആചാരങ്ങളാണ്. പക്ഷേ കാലം പോകുന്നതിനനുസരിച്ച് പല ആചാരങ്ങളും നാം മറന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ ദേവി അത് മറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വനത്തിൽ നിന്ന് വന്ന ദേവി ഇവിടെ പടയണിക്കാലത്ത് ഒരു അടവി ഉണ്ടാക്കുവാൻ ഇഷ്ടപ്പെടുന്നത്.